നീയും കള്ളാണല്ലേ? ആണെങ്കിൽ വെള്ളമെല്ലാം എടുത്തു, നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാം. വേഗം. അപ്പം എങ്ങനാ? എങ്ങനാ? അല്ല, നീ അടുത്ത് എനിക്കും കൂടെ ആണല്ലോ. അപ്പം നിനക്കെത്ര, എനിക്കെത്ര? നീ പറഞ്ഞോ. നമ്മൾ രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെട്ടല്ലേ? 50-50. അത് വേണോ? ഞാനല്ലേ പോയി എടുത്ത്, അതുകൊണ്ടത് വേണ്ട. എങ്കിൽ നീ പറ. ഒരു 30 അങ്ങോട്ട് തരും. 45. 40 ഫിക്സ്. എടു. എന്തായാലും ഇവിടെ വെച്ച് വേണ്ട, പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കാം. എത്രയായിരുന്നു? എടാ, ഞാനെന്ത് ബഹളം വെച്ചാ നീയും ഞാനും കൊടുക്കും. അതുകൊണ്ട് നീ പൈസ 40 അല്ലേ? 40. ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കാൻ സമയമാടാ. നുള്ളിപ്പെറുക്കി കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെങ്ങാണ്ടൊക്കെ ഞാൻ അടച്ചു. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സമാധാനിക്കടാ, എന്തായാലും വഴി കാണും. ആകെപ്പാടുള്ള ആ ഒരു വീടാടാ, അപ്പൻ്റെ ആയുഷ്കാലത്തെ സമ്പാദ്യം. അത് വിറ്റാൽ തന്നെ ഈ വയ്യാത്ത അമ്മച്ചയും പെങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാടാ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ എപ്പോൾ വീട്ടിൽ കയറി വന്നാലും ഒരു പിടി ചോറ് തന്നിട്ട് എൻ്റെ അമ്മേനെ വിടാറു. ജീവിക്കാൻ പാടൊന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷമില്ലടാ. ആകെപ്പാടുള്ള ആ ഒരു വീടാടാ, ആ വീട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഗതി കെട്ടിട്ട് ഈ കള്ളൻ്റെ വേഷം എടുത്തിട്ടത് മൂട്ടിക്ക് ഇറങ്ങിയത്. ഇനി എന്ത് ചെയ്യാനാ? കഷ്ടപ്പെട്ട് വളരെ പ്ലാൻ ചെയ്താണ് ഞാൻ ആ വീട്ടിൽ കയറിയത്. അപ്പോഴാ ഇവിടുന്ന് ഒരുത്തൻ കള്ളം നായിൻ്റെ മോൻ. ഞാൻ നമ്മുടെ കള്ളൻ ജിനോ എടുത്ത് സംസാരിച്ചു. അണ്ണം പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അവൻ തന്നെ ആകാനാ ചാൻസ്. എന്നാൽ പിന്നെ വെച്ച് താമസിക്കണ്ട, അവിടെ തന്നെ പോയേക്കാം. ഇപ്പോൾ അവനാണെങ്കിലും ഇനി അവനാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം. അന്ന് നീ പറഞ്ഞു, ഞാൻ കേട്ടു. ഇന്ന് ഞാൻ സംസാരിക്കും, നീ കേൾക്കും. നിനക്ക് എത്ര തരണമെന്ന് ഞാൻ തീരുമാനിക്കും. ശരി.
എന്നാ ഞാൻ പോയി എടുത്തോണ്ട് വരാം. പറ്റിച്ചിട്ട് കടന്നു കളയണം അതിന്റെ മോനെ. പൈസ ഇടാം. വിടടാ. നീ
ആ പൈസ നീ എടുത്തോടാ. പിന്നെ നീ എന്തുണ്ടാക്കാൻ ഇടപെടക്കണത് ഇത്ര ഷോർക്ക്? നീ മരണം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനിപ്പം കണ്ടു. തനിക്ക് ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. ആ ഇതെന്താ പറ്റി? നീ വീണോ? മുഖത്തൊക്കെ കുറവുണ്ടല്ലോ. ആരല്ലേ പറഞ്ഞു വീണോ? ആ അത് വിട്. വീട്ടിലെ അമ്മയ്ക്ക് ഓപ്പറേഷനുള്ള പൈസയൊക്കെ ആയോ? ഇല്ല. വീട്ടിലെ അനിയത്തിക്കൊക്കെ സുഖമല്ലേ? കാശിനെന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി. എന്നാ ഇത് വെച്ചോ. ഇതെവിടുന്നാന്ന് ചോദിച്ചാ ഞാനെന്താ പറയാനാ? അമ്മയ്ക്ക് വേണ്ടി ഇത് വെച്ചോ. ഞാൻ ഈ പണി ഒന്ന് നിർത്തുക. പക്ഷെ കണ്ണനായിട്ട് ജീവിച്ചിട്ട് എന്തിനാ? പേടിയാ എല്ലാത്തിനോടും. എന്തിനും കണ്ടാ പേടി, എന്തിനും നോക്കിയാ പേടി. എന്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം, ഒരു കുടുംബമായിട്ട്. തിരുവനന്തപുരത്ത് എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. 6 മാസത്തേക്ക് വലിയ ശമ്പളമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ വരും. അമ്മയുടെ ഓപ്പറേഷനൊക്കെ ശരിയായിട്ട് എല്ലാം ശരിയായിട്ട് ജാതിയും അതൊക്കെ നമ്മൾ വേർതിരിക്കുന്ന മുമ്പ് ഞാൻ വരും. കഴിച്ചോടി. ആയി ചായ. ഈ ചായ ഇത് വെച്ചോ. അമ്മയുടെ ഓപ്പറേഷൻ ഉള്ളതാ. എവിടുന്നാണ് ഇത്രയും പൈസ? അത് പിന്നെ ഈ വട്ടം കുറി വീണത് എനിക്കാ. പിന്നെ മതി, പിന്നെ ബുദ്ധിമുട്ടണമെന്നില്ല, എനിക്കറിയാം.
കള്ളൻ. ഞാനൊരു കള്ളനായിരുന്നു. ഇത്രയും നാൾ എൻ്റെ ചിന്തയിലും മനസ്സിലും പണം മാത്രമായിരുന്നു. പണം അത് വെറും പേപ്പർ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ നീണ്ട 40 കൊല്ലം വേണ്ടി വന്നു. മനുഷ്യനുണ്ടാക്കിയ ഈ പേപ്പറിന് ഇന്ന് മനുഷ്യനേക്കാൾ വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ലോകത്ത് ആര് ജീവിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പേപ്പറുകളാണ്. മനുഷ്യൻ ഇന്ന് അലയുകയാണ് ഈ കടലാസുകൾക്ക് വേണ്ടി.